ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി വിവിധ രാജ്യങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അഭിരാം എടപ്പാളിലെത്തി. 67 വയസ്സുകാരനായ അഭിരാം കാൽനടയായാണ് വിവിധയിടങ്ങളിൽ ലഹരി ബോധവൽക്കരണ യാത്ര നടത്തുന്നത്. ഒഡീഷ സ്വദേശിയാണ് ഇദ്ദേഹം. പുകയില വിരുദ്ധ സന്ദേശത്തിനൊപ്പം വ്യായാമത്തിന്റെ പ്രാധാന്യവും പ്രചരിപ്പിച്ച് 67 വയസ്സുകാരൻ അഭിരാം സദാപതി നടത്തുന്ന സന്ദേശ കാൽനടയാത്ര കഴിഞ്ഞ ദിവസം എടപ്പാളിലെത്തി. 2023 മെയ് 25 ഒഡീഷയിലെ ദുർലഗ ജർസുഗുഡയിൽ നിന്ന് തുടങ്ങിയ ദേശീയ പതാകയേന്തിയുള്ള കാൽനടയാത്ര ബംഗാൾ, ഭൂട്ടാൻ, നേപ്പാൾ, ചൈന അതിർത്തി, ശ്രീനഗർ, ന്യൂഡൽഹി, മുംബൈ, ഗോവ എന്നിവിടങ്ങൾ പിന്നിട്ട് കർണാടകയിലൂടെയാണ് കേരളത്തിൽ പ്രവേശിച്ചത്. ഇതിനോടകം 10,000 കിലോമീറ്റർ പിന്നിട്ടതായി അഭിരാം അവകാശപ്പെട്ടു. കന്യാകുമാരിയിലെത്തിയ ശേഷം തമിഴ്നാട് വഴി ഒഡീഷയിലേക്ക് തിരിച്ചെത്താനാണ് ലക്ഷ്യമിടുന്നത്. യാത്ര പൂർത്തീകരിക്കാൻ ഇനി 3000 കിലോമീറ്റർ പിന്നിടേണ്ടതുണ്ടെന്ന് ഒഡീഷ പവർ ട്രാൻസ്മിഷൻ കമ്പനി ജീവനക്കാരൻ കൂടിയായ അഭിരാം പറഞ്ഞു. मेरा उम्र अभी 67 चलता है। मैं पदयात्रा शुरू किए थे ग्राम दुर्लगा झारसुगुड़ा उड़ीसा से 25/5/2023 को। वहाँ से हमारा जन्म स्थान सुदूखंडा किशन नगर उड़ीसा होते हुए वेस्ट बंगाल होते हुए पुंसलिंग भूटान पर पहुँचे थे। भूटान से निकलकर काकरबिटा नेपाल एंट्री किए थे। नेपाल में जनकपुरी, काटोपानी, चाइना बॉर्डर, काठमांडू होते हुए सोनेली बॉर्डर, उत्तर प्रदेश पर भारत प्रवेश किए थे। भारत में अटारी बाघा बॉर्डर, श्रीनगर, सनमार्ग से बर्फ गिरने की वजह से वहाँ से वापस आए। फिर आपका वैष्णो देवी दर्शन करके नई दिल्ली पार्लियामेंट भवन पहुँचे थे। वहाँ से हमारा जो लिखा है, हर दिन शारीरिक व्यायाम करो, नशा सेवन से दूर रहो, शरीर को स्वस्थ रखो। ये हमारा भारत का जो महामहिम प्रधानमंत्री, महामहिम राष्ट्रपति, उनका दफ्तर में देके मुंबई പ്രധാന കേന്ദ്രങ്ങളിലെത്തുമ്പോൾ യുവാക്കൾ ഉൾപ്പെടെയുള്ളവരോട് ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തിയാണ് യാത്ര തുടരുന്നത്. NCV ന്യൂസ്, എടപ്പാൾ. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.